ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യം 3-ാം ദിവസം. ഇന്നിതുവരെ സംഭവിച്ചത് എന്ത് എന്ന് നോക്കാം. ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച സമാന്തര പാളത്തിന്റെ നിർമ്മാണം ഇന്ന് പുലർച്ചെയോടെ തന്നെ പൂർത്തിയായി. ബലപരിശോധന നടത്തിയ ശേഷം രക്ഷാപ്രവർത്തകരെ പാലത്തിലൂടെ ദുരന്തഭൂമിയിലേക്ക് കടത്തിവിട്ടു. പോലീസ്, K9 ടീമും കടാവർ നായകളും ദൗത്യസംഘത്തിലുണ്ട്. തേർമൽ സ്കാനർ അടക്കമുള്ള അത്യാധുനിക യന്ത്രസഹായത്തോടെയാണ് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കയും ചൂരൽമലയും കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. രാവിലെ 7:30-യോടെ 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ചെളിപൂണ്ട പ്രദേശങ്ങളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. കനത്ത മഴയും മൂടൽമഞ്ഞും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി. ചാലിയാർ പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നും കണ്ടെടുത്തു. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സംഘങ്ങളും വയനാട്ടിലേക്കെത്തി. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ രാവിലെ 10 മണിയോടെ അവലോകന യോഗം ചേർന്നു. കനത്ത മഴയെ തുടർന്ന് പുഞ്ചിരിമട്ടത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. രക്ഷാപ്രവർത്തകരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചൂരൽമല സന്ദർശിച്ചു. മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ഇരുവരും ദുരിതബാധിതരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മഴ പലപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയായി മാറി. ടീം 24 വയനാട്.